ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ ട്രൂലി ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഒരിക്കലും മടിക്കില്ല എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെന്റിലായിരിക്കും അവർ അങ്ങനെ അവരുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. കുറേ പേര് പറയാറുണ്ട് കേട്ടോ, അതായത് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് എന്നുള്ളതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ള ആളാണെങ്കിൽ അയാൾ പ്രകടിപ്പിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ അയാൾ പ്രകടിപ്പിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അവരങ്ങനെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം പ്രകടിപ്പിക്കാൻ ഉള്ളിലൊന്നുമില്ല, സ്നേഹമില്ല എന്നുള്ളതാണ്. പ്രകടനം പല രീതിയിലുണ്ടാവും കേട്ടോ. അതായത് അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണെങ്കിലും അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിച്ചിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, അവർക്കൊരിക്കലും കീപ്പ് ചെയ്യാൻ പറ്റാത്ത പ്രോമിസുകൾ അവരൊരിക്കലും തരില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അവർ നിങ്ങളോട് പറയില്ല. എന്തെങ്കിലും കാര്യം ഞാൻ ഇത് നിനക്ക് ചെയ്തു തരും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ ഇന്ന സ്ഥലത്ത് മീറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരത് ചെയ്തിരിക്കും. നിങ്ങളെ അവർക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് അത്രയും വാല്യൂ തരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തില് അവരെപ്പോഴും നിങ്ങൾക്ക് തരുന്ന വാക്കുകൾ പാലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതിലും അവരുടെ സ്നേഹമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഹാപ്പി ആയിരിക്കാനും നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാനും വേണ്ടിയിട്ട് അവർ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും അവർ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും നീ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ നീ ഇൻഡിപെൻഡന്റ് ആവണം. അതായത് നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു ജോലി ഉണ്ടാവണം, നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുകയും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും ഒക്കെ ചെയ്യും. അതായത് നിങ്ങളെ കുറച്ചുകൂടി ഉയർന്ന നിലയിൽ കാണാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനുവേണ്ടി കുറേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അൺഹെൽത്തി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. അതിന് അവരൊരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ്. അതായത് കുഞ്ഞു കുഞ്ഞു ആർഗ്യുമെന്റ്സ് ഒക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവാറുണ്ട്. വാക്ക് തർക്കങ്ങളൊക്കെ സ്വാഭാവികമല്ലേ. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചിലപ്പോൾ മറ്റാൾക്ക് പറ്റണം എന്നില്ല, അപ്പൊ അവര് തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. ഇതൊക്കെ എല്ലാവരും ഉണ്ടാവുന്ന കാര്യമാണ്. അതൊന്നും ഒരിക്കലും ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് മാത്രമാണ് ഇങ്ങനെ, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ റിലേഷൻഷിപ്പിൽ കുറച്ചൊക്കെ വഴക്കുകളും ഇണക്കുകളും ഒക്കെ ഉണ്ടായിരിക്കണം. അതാണ് ഒരു സന്തോഷമുള്ള അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പിന്റെ സൈൻ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവിടത്തെ തട്ടലും മുട്ടലും ഇണക്കമൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൂടി വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ രീതിയിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് വളരെ മോശമായ വേർഡ്സ് യൂസ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുക, അല്ലെങ്കിൽ ആയുധം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയല്ലോ കൈ കൊണ്ടൊക്കെ തല്ല് അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കുഞ്ഞതായിട്ട് പറയും, എങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാനായിട്ടൊന്നും അവർ ഒരുപാട് ശ്രമിക്കില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ തന്നെ നിങ്ങൾ പറയുന്ന കാര്യത്തിനോട് യോജിച്ച് വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സോറി പറഞ്ഞു വരും. എങ്ങനെയൊക്കെ അവർ ചെയ്യും. അതായത് വലിയ രീതിയിലുള്ള ഒരു ആർഗ്യുമെന്റോ വഴക്കോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. ഇനി ലാസ്റ്റത്തെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിൽ തെറ്റൊന്നും അവർ കാണില്ല. നിങ്ങൾ പറയുന്ന കാര്യം വിശ്വസിക്കും. അതിനപ്പുറത്തേക്ക് വേറെ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാവില്ലേ. ചിലപ്പോൾ പൊസസീവ്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഈ പൊസസീവ്നെസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ അത് സ്നേഹക്കൂടുതലാണ്, പ്രശ്നമില്ല. വലിയ രീതിയിലായാൽ ശ്രദ്ധിക്കണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ ഭയങ്കര വിശ്വാസമാണ്, തിരിച്ചും അങ്ങനെ തന്നെ ആവാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പൊ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ അവർക്കുള്ള ആ ഒരു ഇമേജ്, അതൊരിക്കലും ആ ഒരു ഗുഡ് ഇമേജ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ ട്രൈ ചെയ്യും. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസം തകർക്കാൻ വേണ്ടതൊന്നും അവർ ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സംശയം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലും അവർ ചെയ്യില്ല എന്നുള്ളതാണ്. അഥവാ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം നോക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. അത് ഇതുപോലെയൊക്കെയാണ് അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. ശരിക്കും നിങ്ങളെ അവർ ജെന്യൂൻ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതായത് ട്രൂ ലവ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിലല്ല, അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ കൂടുതലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കൂടുതൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം. അതല്ലാണ്ട് വേറെ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്, മുന്നേ ഇട്ട വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് ഏകദേശം ഫുള്ള് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.